മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച മുമ്പ് ഒരു പ്രത്യേകതരം അസുഖമായിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കിട്ടും. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് 2 പേർക്ക് ഏകദേശം ഒരേ സമയത്തിന് അസുഖം വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ദൈവം നമ്മളെ അത് തോട്ട് നമുക്ക് തന്നു. പ്രത്യേകതരം ഒരു വൈറസ് നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത എന്നാൽ വളരെ മാരകമായിട്ടുള്ള ഒരു വൈറൽ അസുഖമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ നിപ്പ എന്നുള്ള ഡയഗ്നോസിലേക്ക് പിൻ പോയിന്റ് ചെയ്യുന്നത്. കുറേ വൈറസുകളുണ്ട്, യെല്ലോ ഫീവർ വരാനുണ്ട്, എബോള വരാനുണ്ട്, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം. 2018 കാലയളവിൽ കേരളത്തിൻ്റെ ഭൂപടം ലോകതലത്തിൽ ചർച്ചയാവുകയും ആരോഗ്യ രംഗത്ത് വലിയ ഒരു ഭയപ്പാടിന് കാരണമായും ചെയ്തതാണ് നമ്മുടെ കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായിരുന്ന നിപ്പ വൈറസ്. സംസ്ഥാനത്തെ ഭീതിയിലാക്കിയ തുടർ മരണങ്ങളുടെ കാരണം നിപ്പ വൈറസ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. അതിന്റെ ഇനീഷ്യൽ ഡയഗ്നോസിംഗ് ക്രൂവിൽ സാറും അംഗമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് സാറിന് ഷെയർ ചെയ്യാമോ? ശരിയാണ്. 2018 മെയ് 17 യൂഷ്വലി ഞങ്ങൾ നമ്മുടെ ന്യൂറോ ICU റൗണ്ട്സ് കഴിഞ്ഞ് പല ഭാഗത്തും കൺസൾട്ടേഷൻ വിളിക്കും, വാർഡുകളിലും വേറെ ICUകളിലും. അന്ന് രാവിലെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജയകൃഷ്ണനും ഞങ്ങൾ മെഡിക്കൽ ICUയിലേക്ക് നമ്മളൊരു കൺസൾട്ടേഷൻ പോയി. ആ കൺസൾട്ടേഷൻ എന്തായിരുന്നു വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്നൊരു ഓൾട്ടേഡ് സെൻസോറിയം, ഒരു മയക്കം, അതെന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾ ചെന്നപ്പോൾ പേഷ്യൻ്റ് ഇൻറ്റുബേറ്റഡ് ആയിരുന്നു, വെന്റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ആ രോഗിക്കുണ്ടായിരുന്ന ലക്ഷണങ്ങൾ പെട്ടെന്നൊരു സ്വഭാവമാറ്റം, ഒരു മയക്കം പോലെ, അതുപോലെ തന്നെ വിറയൽ, ഞെട്ടൽ, വിയർപ്പ് കൂടുതൽ, വളരെ ഹൈ ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ് കൂടുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് പേഷ്യൻ്റ് വന്ന് അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറവായതുകൊണ്ട് പേഷ്യൻറ്റിനെ പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയർ ടീം അവരെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെന്റിലേറ്റഡ് ആയ ഈ അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് മനസ്സിലായത് ഒരു എൻസെഫലൈറ്റിസ് ആണ് മനസ്സിലായത്, ബ്രെയിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചികിത്സകളുണ്ട്, സ്റ്റീറോയിഡ്, എസൈക്ലോവിർ, ബാക്കിയുള്ള സപ്പോർട്ട് കെയറെല്ലാം പറഞ്ഞ് അപ്പോഴേക്കും പേഷ്യൻ്റ് MRI എടുത്തിട്ടുണ്ടായിരുന്നു, CT ബ്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു, CSF നീര് കുത്തിയിരുന്നു, അതെല്ലാം നോർമലായിരുന്നു. CSFൽ കുറച്ച് സെൽ കൗണ്ടിനും കുറച്ച് പ്രോട്ടീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസ് ഹെർപ്പിസ് സിംപ്ലെക്സ് എൻസെഫലൈറ്റിസ് ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് വീണ്ടും ഈ പേഷ്യൻറ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് വീണ്ടും ഈ പേഷ്യൻറ്റിനെ നമ്മൾ കാണാൻ വേണ്ടി വിളിച്ചു. ഇതേ സമയത്ത് തന്നെ പേഷ്യൻ്റെ ഓൺറ്റ് അമ്മായിയും അടുത്ത ബെഡിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് 2 പേർക്ക് ഏകദേശം ഒരേ സമയത്തിന് അസുഖം വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി. ഇത് ഒരു ഫാമിലി, ഒരു ഇൻട്രാ ഫാമിലിയൽ ക്ലസ്റ്റേഴ്സ്, ഒരു ഫാമിലി തന്നെ. അപ്പോഴേക്കും പറഞ്ഞു 2 ആഴ്ച മുമ്പ് ഇവരുടെ വേറൊരു ബന്ധു ചേട്ടൻ മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച മുമ്പ് ഒരു പ്രത്യേകതരം അസുഖമായിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു എന്നുള്ള ന്യൂസും കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് 3 കേസായി, 1, 2, 3. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഫാമിലിയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാവാം ഇത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരം നമ്മൾ ഓടിയത് പോയിസണിങ് ആണ്. പക്ഷേ പോയിസൺ ഒരിക്കലും ഇങ്ങനെ പനി, ചുമ, ജലദോഷം, ശരീരവേദന അങ്ങനെ സിസ്റ്റമിക് സിംറ്റംസ് ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് ഓട്ടോണമിക്, പെട്ടെന്ന് ഹൈ ബ്ലഡ് പ്രഷർ, ഇതുപോലെ സ്വെറ്റിങ്, ഇത് ഞെട്ടൽ, മയക്ലോണസ്, ബ്രെയിൻ സ്റ്റം സയൻസ് ഒന്നും അതിൽ വരേണ്ട കാര്യമില്ല. അപ്പോൾ മനസ്സിലായി ഒരു പെറ്റിൻ്റെ വല്ല ബന്ധപ്പെട്ട റാബീസ് ആയിരിക്കുമെന്ന് അടുത്ത സംശയം. റാബീസിൻ്റെ ടിപ്പിക്കൽ ഓരോ ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണം ഹൈഡ്രോഫോബിയ, വെള്ളം കാണുമ്പോൾ, അങ്ങനെയൊന്നും ഇവർക്കില്ല. പിന്നെ അതും തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് റാബീസ് ഒരേ സമയം ഇത്ര പെട്ടെന്ന് ഒരാൾക്കും ബാധിക്കുക എന്നുള്ളത് ഒരു അസംഭവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും നമ്മൾ ഒഴിവാക്കി. വേറൊന്നാണ് ഈ ബോട്ടിലം ടോക്സിൻ എന്നുള്ള ബോട്ടിലിസം എന്നുള്ളത്. അതും ഇതുപോലെ ഒരു ഫാമിലിയിൽ വരാം. പക്ഷെ അതിൻ്റെ ഫിക്ചേഴ്സ് ഒന്നും ഇവരുടെ കണ്ണിലെ ചേഞ്ചോ കോൺസ്റ്റിപ്പേഷനോ ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഈ ബ്രെയിൻ സ്റ്റം സൈനോ ഓട്ടോണമിക് BPയിലെ വ്യത്യാസമൊന്നും അതിൽ കാണാറില്ല. അപ്പോൾ ഇത് 3 ഞങ്ങൾ ഔട്ട് ചെയ്തു. പിന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് സാധാരണ കാണുന്ന ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ആവാം, ഹെർപ്പിസ് സോസ്റ്റർ വൈറസ് ആവാം, ഇതുപോലത്തെ വൈറസുകളായിരുന്നു പിന്നെ നമ്മളുണ്ടായിരുന്നു. അതൊരിക്കലും ഒരു ഫാമിലിയിൽ നിന്ന് വേറെ ആൾക്ക് സ്പ്രെഡ് ചെയ്യില്ല. കൊതു വഴിയാണ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്യുക. ഇത് നമുക്ക് അറിയില്ല, എങ്ങനെ വന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പേഷ്യൻ്റെ പ്രത്യേക ലക്ഷണങ്ങൾ, റാപ്പിഡ് പ്രോഗ്രഷൻ, നമ്മൾ ജാപ്പനീസ് സെൻസിബിലിറ്റീസ് അല്ലെങ്കിൽ ധാരാളം കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്നത് അവർക്കൊരു മറവി വരും, ഒരു സ്ഥലകാല ബോധം ഇല്ലാത്തവരും, അപസ്മാരം വരും. ഇതൊന്നും ഈ പേഷ്യൻ്റ് ഇല്ലയെന്ന് മാത്രമല്ല, പെട്ടെന്ന് ഇവരുടെ ഒരു ബ്രെയിനെ ബാധിച്ചു, അതേസമയം തന്നെ ബ്രെയിൻ സ്റ്റെമിനെ ബാധിച്ചു, ബ്രെയിൻ്റെ കോർട്ടെക്സിനെ ബാധിച്ചു, ലങ്സിനെ ബാധിച്ചു. ലങ്സിലെ ന്യൂമോണിയ പോലത്തെ ARDS ഉണ്ടായിരുന്നു. മൾട്ടി സിസ്റ്റം ബ്രെയിനും ലങ്സിനും ബാധിക്കുന്നതിന് വളരെ പെട്ടെന്ന് വേറെ ആൾക്ക് പകരുന്ന, ഒരു വീട്ടിൽ തന്നെ പല ക്ലസ്റ്റേഴ്സും പല ആൾക്കും ഒന്നിച്ച് വരുന്ന റാപ്പിഡായിട്ട് പെട്ടെന്ന് കൂടി വരുന്ന ഒരു അസുഖമായി മനസ്സിലായി. അപ്പോൾ ഒരിക്കലും ഒരു സാധാരണ എൻസെഫലൈറ്റിസ് നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു എൻസെഫലൈറ്റിസ് ഇതുവരെ റിപ്പോർട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് സാധാരണ കാണുന്ന ആർബോ വൈറസോ KFDO, കേസിനോറോഫോറസ് ഡിസീസോ അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസോ ഹെർപ്പിസ് സോസ്റ്ററോ ഹെർപ്പിസ് സിംപ്ലെക്സ് അല്ല ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ ഈ പ്രത്യേക ലക്ഷണങ്ങൾ പെട്ടെന്ന് ഹൈപ്പർടെൻസീവ് റെസ്പോൺസ്, പെട്ടെന്ന് സെഗ്മെൻ്റ്
സെഗ്മെൻ്റൽ മയക്കുലസ് ഞെട്ടൽ, സെഗ്മെൻ്റൽ സ്വെറ്റിങ്, അതുപോലത്തെ ഈ വ്യത്യാസം, അതുപോലെ മൾട്ടിപ്പിൾ ക്രെയിൽനെസ്. അപ്പോഴേക്കും വേറൊരാൾ ഇവരുടെ ഗ്രാൻഡ് പാരൻ്റ് വന്നു, അവരെ വേറെ ICUയിൽ മാറ്റി. ആ അവർക്ക് നോക്കുമ്പോൾ വളരെ BP 200/100, ഹാർട്ട് റേറ്റ് 165, കണ്ണിൽ ടോസിസ് വന്നു, കണ്ണിങ്ങനെ തൂങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, ഞെട്ടലുണ്ട്, മൂത്രം അറിയാതെ പോകുന്നുണ്ട്. ഈ ലക്ഷണം ഇത് ഇവർക്കൊരു കോമൺ ലക്ഷണം നമ്മൾ കണ്ടു. ഇങ്ങനെ വരുന്ന നമ്മുടെ ബ്രെയിൻ സ്റ്റെമിനും ബ്രെയിനിനും ബാധിക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന, വളരെ പെട്ടെന്ന് കൂടുന്ന അവസ്ഥ ഏതൊക്കെ ഉണ്ടെന്ന് ഞങ്ങളിങ്ങനെ തപ്പി നോക്കി. അപ്പോൾ അതിൽ പെട്ടെന്നാണ് വെനിസിൻ എൻസെഫലൈറ്റിസ് ഉണ്ട്, അതാണ് ഒന്ന്. അപ്പോൾ അതിലും തന്നെ അതിൻ്റെ പിക്ചർ അല്ല ഇത്. പിന്നെ വേറെ പോസിബിലിറ്റി നമ്മൾ കണ്ട വെസ്റ്റ് നൈലാണ്. അപ്പോൾ വെസ്റ്റ് നൈലിൽ തന്നെ ഒരാളിന് മറ്റൊരാൾക്ക് പകരുന്നതല്ല. വെസ്റ്റ് നൈൽ തന്നെ ബ്രെയിനെ ബാധിക്കാം. അത് ഇപ്പോൾ അടുത്ത കാലത്ത് വെസ്റ്റ് നൈൽ ഉണ്ടായിരുന്നു, നമ്മളെ ബേബിയിൽ തന്നെ ഡയഗ്നോസ് ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു വെസ്റ്റ് നൈൽ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഞങ്ങൾ പ്രത്യേക തരം ഒരു വൈറസ് നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത എന്നാൽ വളരെ മാരകമായിട്ടുള്ള ഒരു വൈറൽ അസുഖമാണ് ഇതൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ നിപ്പ എന്നുള്ള ഡയഗ്നോസിലേക്ക് പിൻ പോയിന്റ് ചെയ്യുന്നത്. അത് അപ്പോൾ തന്നെ അന്നത്തെ ക്രിട്ടിക്കൽ കെയറിലുള്ള ടീമിനോട് നമ്മൾ പറഞ്ഞു, മണിപ്പാലിലേക്ക് ഇതിൻ്റെ സീറ വിടാൻ പറഞ്ഞു. അതായത് വെസ്റ്റ് നൈൽ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഹെർപ്പിസ് സോസ്റ്റർ, അതുപോലെ ഹെർപ്പിസ് സിംപ്ലെക്സ്, നിപ്പ, ഇതെല്ലാം വിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ആ ഡയഗ്നോസിലും എത്തുന്നത്. എത്രത്തോളം ദിവസങ്ങൾ എടുത്തു നമുക്ക് ഇനീഷ്യൽ സിംറ്റംസിൽ നിന്നും ആ നിപ്പയിലേക്കുള്ള ദൂരം? 24 hours. ഓക്കെ. കാരണം ഈ 24 മണിക്കൂറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആൾക്ക് വന്ന ഇതുപോലത്തെ ഹിസ്റ്ററി അവരുടെ ബ്രദറിന് വന്നു, അവർ വേറെ ആൾക്ക് വന്നു. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ പെട്ടെന്ന് ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്ന വൈറസ് വളരെ കുറവാണ്. അതുതന്നെ മൾട്ടി സിസ്റ്റം, പല ആൾക്കും ഈ തൊലിപ്പുറം വരാ, അല്ലെങ്കിൽ നേസൽ സെക്രീഷൻ വഴി വരാ, പലതരം ഇൻഫ്ലുവൻസ, കൊറോണ വൈറസ് പോലത്തെ അതുപോലത്തെ ലക്ഷണങ്ങളല്ല ഇത്. ഒരാളിന് പെട്ടെന്ന് ഹ്യൂമനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അതിന് ബ്രെയിനെ ബാധിക്കുന്നു, ലങ്സിനെ ബാധിക്കുന്നു. ആദ്യം വന്ന രോഗിക്ക് ഹാർട്ടിനെ ബാധിച്ച മയോകാർഡൈറ്റിസ് ഉണ്ടായിരുന്നു. പ്രത്യേകതരം ലക്ഷണങ്ങൾ 24 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റും. അത് അതേ സമയത്ത് തന്നെ 2018 മെയ് 17 ഈ രോഗി വരുന്നത്. 2018 അടുത്ത രോഗി വരുന്നത്, 2 പേര് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ഡയഗ്നോസ് ആയത് നിപ്പ ആയിരിക്കുന്നു. 2018 നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ DHS കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നപ്പോഴാണ്. അതായത് എന്താണ് സംഭവം എന്ന് ചോദിച്ച് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിപ്പ എന്നുള്ള ഒരു പ്രൊഫഷണൽ ഡയഗ്നോസ് നമ്മൾ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് പേപ്പറിലൊന്നും കൊടുക്കാനായിട്ടില്ല. അപ്പോഴേക്കും നമ്മളത് മണിപ്പാലിൽ വിട്ടിട്ടുണ്ടായിരുന്നു. 2019 അതിൻ്റെ ഡയഗ്നോസ് വരുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ ന്യൂറോളജി സർക്കിളിൽ, നമ്മുടെ കാലിക്കറ്റ് ന്യൂറോളജി സൊസൈറ്റി, കേരള അസോസിയേഷൻ ന്യൂറോളജിയുടെ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ആക്റ്റീവ് ഡിസ്കഷൻ ആയിരുന്നു. നിപ്പ എന്നുള്ള വൈറസ് ആയിരിക്കാം, ഇതിന് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഈ ലക്ഷണമുള്ള സിംറ്റം കാണുകയാണെങ്കിൽ നിങ്ങൾ ആരും കാണുകയാണെങ്കിൽ നിപ്പ എന്നുള്ള പോസിബിലിറ്റി വിചാരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളിനെ പല വാട്സപ്പിലും പല നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിലെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേതാണ് ഇത് ഡയഗ്നോസ് മണിപ്പാൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഏകദേശം 2 ആഴ്ച മുമ്പ് ബോംബെയിൽ ഒരു വേൾഡ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു കോൺഫറൻസിൽ ട്രോപ്പിക്കൽ ഫീവേഴ്സ്, ട്രോപ്പിക്കൽ എൻസെഫലൈറ്റിസ് ആയിരുന്നു ഒരു സെഷൻ. അന്നത്തെ ഒരു ടോപ്പിക് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന നിപ്പ എൻസെഫലൈറ്റിസ്. ഇതിൻ്റെ 2 ആഴ്ച ഏകദേശം 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുള്ള ഒരു ജസ്റ്റ് അതിങ്ങനെ പാസിങ് മനുഷ്യരായിട്ട് അവരിങ്ങനെ ഓരോ ഏരിയയിലും കാണുന്ന വൈറസിനെ കുറിച്ച് നിപ്പ അത് നമ്മുടെ ഏഷ്യയിൽ അന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ ബംഗ്ലാദേശിൽ റിപ്പോർട്ടഡാണ്. സിലിഗുരിയിൽ 2002 റിപ്പോർട്ടഡാണ്. പിന്നെ അതുപോലെ തന്നെ മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഘാന, അങ്ങനെ ആഫ്രിക്കൻ അവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഈ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഇല്ല തന്നെ. തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇത് ഞാൻ കേട്ടു. ഇതിൻ്റെ തലേന്ന് എൻ്റെ കൊളീഗ് ഡോക്ടർ ജയകൃഷ്ണൻ തന്നെ ഇങ്ങനെ OP-യിൽ വായിച്ചുകൊണ്ടിരിക്കുക നിപ്പ വൈറസ് എന്ന്. ഞങ്ങൾ ഏകദേശം ഒരേ കറസ്പോണ്ട് എന്താണെന്നല്ല ഒരു ദൈവഹിതം എന്തോ പറഞ്ഞിട്ട് അത് വായിച്ചു. അപ്പോൾ ഈ ക്ലിനിക് പിക്ചർ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഞാൻ ഏകദേശം അതിൻ്റെ 2 ആഴ്ച മുമ്പ് വേൾഡ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ്റെ ഒരു ടോക്കിലായതുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ദൈവം നമ്മൾ അത് തോട്ട് നമുക്ക് തന്നു. ഇങ്ങനത്തെ റയർ ആയിട്ടുള്ള അസുഖമായിരിക്കാം. സർ, അങ്ങനെയാണ് നമ്മൾ നിപ്പയിൽ എത്തിയതെന്ന് പറഞ്ഞു. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നമ്മൾ അതിൽ കണക്കാക്കുന്നുണ്ട്. കാരണം സാധാരണ നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇങ്ങനത്തെ പേഷ്യൻസ്, ഓൾട്ടേർഡ് സെൻസോറിയം ഉള്ള പേഷ്യൻസ്, ഈ പെരുമാറ്റത്തിൽ വൈകല്യമുള്ള അബോധാവസ്ഥയിലുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ക്ലിനിക്കൽ പ്രിമൈസിൽ നിന്നുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒടുവിൽ പൊതുവെ ക്ലിനീഷ്യൻസ് എത്തിച്ചേരുന്ന ചില ഡയഗ്നോസിസ് ഉണ്ട്. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷനിലെത്തും. സത്യത്തിൽ നമ്മൾ അങ്ങനെ ആ ഡയഗ്നോസിസിനെ ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ, അതോ അതിനെ അന്തർദേശീയ തലത്തിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാ രോഗം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡയഗ്നോസിറ്റേഷൻ ഒരു 75% കൂടുതൽ ഡയഗ്നോസിസ് നമ്മുടെ നാട്ടിൽ ലോകത്തന്നെ ഇല്ല. നമ്മൾ ഏറ്റവും മോശമായുള്ള ക്ലിനിഷ്യനാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഒരു 10% ഉണ്ടാവുള്ളൂ. നമ്മുടെ എക്സ്പെർട്ടൈസ് കൂടുന്നവർ 20%, 40%, 50%, 60%, 75% മേലെ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഇപ്പോൾ 25% കേസിൽ ലോകത്ത് ഏത് ബെസ്റ്റ് സെൻറ്ററിലും അൺഡയഗ്നോസ്ഡ് ആയിരിക്കും.
ഇങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നിൽ നമ്മൾ ഒരു ഒബ്സർവേഷൻ വെക്കാം, ഒരു ഫോളോ അപ്പ് വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും രോഗിയോട് ചോദിക്കണം, കാരണം നമുക്കറിയില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ ടെസ്റ്റ് ചെയ്യണോ വേണ്ടേ, അവരുടെ ഒരു കൺകറൻസിയോട് കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് നമുക്കൊരു ഓപ്പൺ എൻഡ് ആയിരിക്കണം, ക്ലോസ്ഡ് എൻഡ് ആവരുത്. അത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വരും, ബയോപ്സി വേണ്ടി വരും, ഫോളോ അപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ ചില കേസ് നമ്മൾ ഒരു എംപിരിക്കൽ തെറാപ്പി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില പ്രത്യേകതരം ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത നമ്മുടെ നാട്ടിൽ വേറെ അസുഖമായിരിക്കാം. അങ്ങനെ പല ഇതുണ്ട്. കാരണം പുതിയ പുതിയ വൈറസുകൾ, ഇതിനിപ്പോൾ കുറേ വൈറസുകളുണ്ട്, യെല്ലോ ഫീവർ വരാനുണ്ട്, എബോള വരാനുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. എബോള ക്യാരി ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ ടെറോപ്പസ് ബാറ്റ്, നമ്മുടെ ഫ്രൂട്ടിവോറസ് ബാറ്റാണ്. നമ്മുടെ നാട്ടിൽ റാബീസ് കൊണ്ടുവരുന്ന ഈ സാധനമാണ്. റാബീസ് മറ്റേ പേവിഷബാധയും നിപ്പ വൈറസും അതുപോലെ തന്നെ എബോളയൊക്കെ ഇതുപോലെയാണ് വരിക. അപ്പോൾ നമ്മളെപ്പോഴും വാച്ച് ഔട്ട് ചെയ്യുക. അതായത് വെസ്റ്റ് നൈൽ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയ വെസ്റ്റ് നൈൽ വൈറസ്, അതുപോലത്തെ വൈറസുകൾ നമ്മളെപ്പോഴും വാച്ച് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കാണാത്ത പുതിയതരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വിഷയുടെ ഓപ്പൺ മൈൻഡ്, ഇത് വേറെ അസുഖങ്ങളാവാം എന്നുള്ള ഒരു നിഗമനം എത്തണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ രോഗിയുടെ ബന്ധുക്കളുടെയും അവരുടെ സമ്മതപ്രകാരം കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നു. നമ്മൾ ഈ ഡയഗ്നോസിസിൽ എത്തുമ്പോൾ ആ ഒരു ഘട്ടം ഉണ്ടല്ലോ സർ, ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് നമ്മളോടുള്ള പ്രതികരണം, അവരുടെ കോംപ്ലയൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, അവർ നമ്മളോട് പൂർണ്ണമായിട്ടും സഹകരിച്ചോ, അതോ അവർ പൊതുവിൽ നമ്മൾ കാണാറുള്ളത് പോലെ അക്ഷമരായിരുന്നു സർ? വളരെ ക്ഷമപൂർവ്വമായിട്ടേ നമ്മളോട് പെരുമാറിയുന്നത്. കാരണം പെട്ടെന്ന് ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. വളരെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് ആർക്കും തന്നെ ഒരു എന്താ പറയുക ഓൺ അവർ ടോസ്. നമ്മുടെ മനസ്സിൽ ഇത് എന്താണെന്ന് നമുക്കറിയില്ല. 24 hours we are really in a fix. അപ്പോൾ അങ്ങനത്തെ ഇതിൽ നമ്മൾ വളരെ അവരും നമ്മളും നമ്മുടെ ഫ്രറ്റേൻ്റെ മൊത്തമായിട്ട് വളരെ എന്താ പറയുക മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു അത്. തീർച്ചയായിട്ടും ഗ്ലോബൽ അറ്റൻഷൻ കിട്ടിയ ഈ ഒരു റാവിഷിംഗ് ഡയഗ്നോസിസിലേക്ക് എത്തിച്ചതിലും അതുപോലെ കേരളത്തിൻ്റെ പ്രൊഫൈലിനെ ലോകതലത്തിൽ ഉയർത്തിയതിലും ഒരുപക്ഷെ സാറിനെ പോലുള്ള ഡോക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് അവരുടെ അറ്റൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ശരിയായിരിക്കുമല്ലോ സർ? യെസ്, 100% ശരിയാണ്. സാർ നിപ്പ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കാറുണ്ട് നിപ്പയ്ക്കൊരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നില്ല എന്ന്. എന്തായിരുന്നു നമ്മുടെ ആ വെഹമെൻ്റ് അപ്രോച്ച് ടു ട്രീറ്റ് ദ പേഷ്യൻസ്? ഒന്നാമത് നമ്മൾ സാധാരണ വൈറൽ എൻസെഫലൈറ്റിസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ എസൈക്ലോവിർ, അതുമാതിരി സ്റ്റീറോയിഡ്, ബെസ്റ്റ് സപ്പോർട്ടിക് കെയർ, വെന്റിലേറ്ററി കെയർ, ബാക്കിയുള്ള ക്രിട്ടിക്കൽ കെയർ, ഇതെല്ലാം ഓൾറെഡി അതിൻ്റെ കൂടെയുണ്ട്. പിന്നെ നമ്മുടെ മുന്നിൽ മരുന്നുകൾ തീരെ ഇല്ല. അപ്പോൾ നമ്മൾ അന്നത്തെ അവൈലബിൾ ബെസ്റ്റ് ഡ്രഗ്സ് എന്തൊക്കെ വെച്ചാൽ ഒന്ന് റൈബാവിരിനായിരുന്നു. അത് വെസ്റ്റ് നൈലിലും അത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുള്ളത് ഹൈഡ്രോക്സിക്ലോറോക്വിൻ. ഇതുപോലത്തെ മരുന്നുകൾ നമ്മളുടെ അവൈലബിൾ ഉള്ളൂ. ഇതൊന്നും ഇഫക്റ്റീവ് അല്ല. ചില സ്റ്റഡിയിലുള്ള എഫക്റ്റ് ചെറുതായി മൈൽഡ്ലി എഫക്റ്റീവ് എന്ന് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ടൈമിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എല്ലാം ഒന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വരുത്തിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ അതൊന്നും അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അതൊന്നും തന്നെ ഇഫക്റ്റീവാണ്, ഒരു പാർട്ട്ലി ഇഫക്റ്റീവാണ്. ചില വാക്സിൻസ് നമ്മുടെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, ഇതുവരെ വാക്സിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപക്ഷെ ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ, ഒരു ഇൻ്റർനാഷണൽ അവയർനെസ് ആയിരിക്കും നമുക്ക് ഈ വിഷയത്തിൽ അറ്റ്ലീസ്റ്റ് പ്രിവെൻഷനോ അല്ലെങ്കിൽ ഫർദർ സ്പ്രെഡിൽ നിന്നും നമുക്ക് സഹായകരമാവുമല്ലോ സർ? അതെ. നമ്മൾ ഇപ്പോൾ പറയുന്നവർ ഹാൻഡ് വാഷിംഗ്, ഫേസ് മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് തന്നെയാണ് ഈ രോഗം നമ്മൾ അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ കാരണം. നമ്മുടെ മെഡിക്കൽ ഫ്രറ്റേണിറ്റി, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ, ഹോസ്പിറ്റലിൻ്റെ സ്ട്രിക്റ്റ് മാസ്കിൻ്റെ ഉപയോഗങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാവരും നമ്മുടെ ഗവൺമെൻറ് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലാണ് നമുക്ക് ഈ നിപ്പ അതുപോലത്തെ വൈറസ്, കൊറോണ വൈറസ് പോലെ തന്നെ നമുക്ക് നിപ്പയും അന്നത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയത്. താങ്ക്സ്.